ഒന്നും കൂടുതൽ പണികളൊന്നും ചെയ്തിരുന്നില്ല. എന്നാൽ 3 വർഷം മുമ്പ് നമ്മളുടെ ഒരു കുടുംബാംഗം മുൻകൈ എടുത്ത് ഈ കല്ലറകളെല്ലാം വീണ്ടും വൃത്തിയാക്കി ഇപ്പോഴായിരിക്കുന്ന സുന്ദരമായ അവസ്ഥയിലേക്ക് ആക്കിയെടുത്തു. അതിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വമാണ് ഇന്ന് ഇവിടെ ഈ യോഗത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ ജോൺ കുര്യനാണ്. അപ്പൊ ഈ കുടുംബത്തിന്റെ ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് ഈ കുടുംബയോഗം ഇവിടെ നടത്തുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം അടുത്ത പ്രാസംഗികൻ അദ്ദേഹമാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്ന വിഷയം KYP ആണ്. നിങ്ങൾ ഇതിന്റെ ഇൻവിറ്റേഷനിൽ കണ്ടു കാണുമായിരിക്കും. അദ്ദേഹം സംസാരിക്കാൻ പോകുന്ന വിഷയം KYP എന്നാണ് അതിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. എന്നോടൊരു 10 കുടുംബാംഗങ്ങളെയും ചോദിച്ചായിരുന്നു ഈ KYP എന്താണെന്ന്. അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ ചർച്ചയ്ക്ക് KYP എന്ന് ടൈറ്റിൽ കൊടുത്തത്. KYP എന്നത് നോ യുവർ പെറ്റ്സ്. KYC എന്ന് നമ്മൾ ബാക്കിൽ നിന്ന് കേട്ടുകയാണ്. നോ യുവർ ക്ലയന്റ് എന്ന് പറഞ്ഞതുപോലെ നോ യുവർ പെറ്റ്സ് എന്നാണ് ഈ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അറിയാവുന്നതിൽ മൃഗങ്ങളെയും പ്രകൃതിയെ തന്നെയും ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഈ പ്രകൃതിയെയും മൃഗങ്ങളെയും പക്ഷികളെയും ജീവജാലങ്ങളെയും ഇത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയല്ല, അതിനെ വളരെ ഭംഗിയായി പരിപാലിക്കുകയും അതിനെ മനുഷ്യരോടൊപ്പം സ്നേഹിക്കുകയും അതിനേക്കാൾ ഉപരി സ്നേഹിക്കുകയും വാത്സല്യത്തോടെ കരുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ, ആധികാരികമായി സംസാരിക്കാൻ ഇതിന് യോഗ്യനായ ഒരു വ്യക്തിയെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തെ പറ്റിയുള്ള ഫീച്ചേഴ്സ് പല പബ്ലിക്കേഷൻസും വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലരെങ്കിലും അത് വായിച്ചു കാണാം. ഫോട്ടോ സഹിതം പൂച്ചയുമായിട്ടും തേനീച്ചയുമായിട്ട് നിൽക്കുന്ന പടങ്ങളൊക്കെ പല പത്രങ്ങളിലും പല മാസികകളിലും വന്നിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഇദ്ദേഹമായിരുന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാൻ ആയിരക്കണക്കിന് മൈലുകൾ ദൂരത്ത് നിന്ന് ആൾക്കാർ വന്നിട്ടുള്ളത് എനിക്ക് നേരിട്ടറിയാം. ഇത് കാണാൻ വേണ്ടി മാത്രം ഇദ്ദേഹത്തിന്റെ വീട്ടിലെ അക്വേറിയംസ് 14 അക്വേറിയംസ് ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വീട്ടില്. അക്വേറിയംസ് എന്ന് പറഞ്ഞാൽ ചെറിയ മീൻ വളർത്തൽ ചെറിയ ഫിഷ് ടാങ്കുകളല്ല, വലിയ ഭീമാകാരമായ ഫിഷ് ടാങ്കുകൾ. ഏകദേശം 10,000 മേൽ ഗോൾഡ് ഫിഷ് ഉള്ള ഒരു പോണ്ട് ഇദ്ദേഹം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. 10,000 മേൽ ഗോൾഡ് ഫിഷ് ഉള്ള, അത് ആ ഗോൾഡ് ഫിഷിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 അടി, എന്റെ ഫാമിലി ശരിയാണെങ്കിൽ 1.5 അടിയുടെ നീളമുള്ള ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു അല്ലേ. 1 അടിക്ക് മേൽ നീളമുള്ള ഗോൾഡ് ഫിഷ് വരെ ഞാൻ ആ പോണ്ടിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ മൃഗങ്ങളെയും അതോടൊപ്പം മനുഷ്യരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും കരുതുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിനെ അദ്ദേഹം എന്റെ ജ്യേഷ്ഠ സഹോദരനായതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അദ്ദേഹത്തെ KYP എന്ന സബ്ജക്റ്റിൽ നിങ്ങളെല്ലാവരോടും ചർച്ച നയിക്കുന്നതിനായി ഞാൻ വളരെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കൈയടിച്ചേ. ഓൺലൈൻ കാണുന്ന ബഹുമാനപ്പെട്ട അച്ഛനും കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഈ ഒത്തിരി ആശയങ്ങളും ഒത്തിരി കാര്യങ്ങളൊക്കെ മാത്രം പറഞ്ഞു എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല. കുറെ പെറ്റ്സിനെ വളർത്തിയിട്ടുണ്ട്, കുറെ മൃഗങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്, കുറെ പ്രകൃതിയെ ദ്രോഹിച്ചാണ്. പിന്നെ കുറെ താല്പര്യം ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ ചെയ്തു. ഈ KYP എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പെറ്റ്സ് എന്ന് ഉദ്ദേശിച്ചില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പടമാകാം, ഞാൻ കൊല കെട്ടി തോന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പേരൻസ് ആകാം, അല്ലെങ്കിൽ പുള്ളിക്കപ്പുറത്തെ ഫാമിലി ആകാം, അല്ലെങ്കിൽ പിന്നെ പേര് പെറ്റ്സിന്റെ കൂടുതൽ ഒത്തിരി ഉണ്ട്. പശു, പട്ടി, പൂച്ച എല്ലാം പാവച്ചല്ലേ. അപ്പൊ പെറ്റ്സ് തന്നെ ആകാറുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന വാസ്തവത്തില് ഞാൻ ഇതിനെക്കുറിച്ച് ആധികമായിട്ട് പറയുന്നതിനെക്കാട്ടിൽ നല്ലത് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ള ഭാഗങ്ങൾ പറയുക. അല്ലെങ്കിൽ ഈ ഒരു വിഷയം എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം കടന്നു പോയിട്ടുള്ളതാണ്. എനിക്ക് 5-6 ദിവസം പറഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ട് ഒരു 5-8 മിനിറ്റ് കൊണ്ടൊക്കെ കാര്യങ്ങൾ തീർക്കാം. നിങ്ങളുടെ സംശയങ്ങൾ താല്പര്യമുള്ളത് പറയുക. പ്രത്യേകിച്ച് കുട്ടികൾ. മോനെ ഇനി എനിക്ക് അടുത്ത് വന്നേ പ്ലീസ് കേൾക്കാം. നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ബോറടിക്കുന്നവർക്ക് പുറകുവശത്ത് ആറ്റുതീരമുണ്ട്, ചൂണ്ടയിടാം, ഇവിടെ പട്ടിയുണ്ട് കളിക്കാം, പൂച്ചകളുണ്ട് കളിക്കാം, തേനീച്ചപ്പെട്ടിയുണ്ട്, തുറന്നു വേണേ പരിശോധിക്കാം. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതിനോട് താല്പര്യമുള്ളവർ ദയവായിട്ട് സഹകരിക്കുക, ചോദിക്കുക. എന്നെ കൊണ്ട് അറിയാവുന്ന വിവരങ്ങൾ പറഞ്ഞു തരാം.
കുറെ പട്ടികളെ വളർത്തിയിട്ടുണ്ട്, പലതരം പട്ടികളെ വളർത്തിയിട്ടുണ്ട്. ചിലതൊട്ട് കാട്ടുപയലിനെ വളർത്തിയിട്ടുണ്ട്, നാടൻ പയലിനെ വളർത്തിയിട്ടുണ്ട്, പലതരം പക്ഷികളെ കൊക്കറ്റ് ചെയ്ത് പല പല പക്ഷികളെ കണ്ടിട്ടുണ്ട്. പ്രാക്കള് കേരളത്തിൽ ആർക്കും ഇല്ലാത്തൊരു പ്രാക്കളെ 10-35 വർഷം മുമ്പ് ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുവന്ന് ഒത്തിരി തരം അന്നത്തെ കാലത്ത് കേരളത്തിൽ അത്തരം പ്രാക്കൾ ഇല്ലാത്തവൻ വളർത്തിയിട്ടുണ്ട്. കുറുക്കനെ വളർത്തിയിട്ടുണ്ട്, കുരങ്ങിനെ വളർത്തിയിട്ടുണ്ട്, കരിമനെ വളർത്തിയിട്ടുണ്ട്, ഇതൊക്കെ കാട്ടുപയലിനെ വളർത്തിയിട്ടുണ്ട്, കാട്ടുകോഴിയെ വളർത്തിയിട്ടുണ്ട്, കാടയെ വളർത്തിയിട്ടുണ്ട്. ഇങ്ങനെ പലതരം മീനുകളെ വളർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചിലതിന് ഒത്തിരി എണ്ണത്തിനെ വളർത്തി കൊന്നിട്ടുണ്ട്, അറിയാതെ തന്നെ കൊച്ചിലോട്ട് ഓരോന്നൊക്കെ ചെയ്ത്. താല്പര്യം എന്ന് പറഞ്ഞാൽ കൊച്ചായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഓർമ്മ വെച്ചത് ആദ്യം എൻ്റെ അപ്പൻ്റെ കൂടെ ഇവിടെ സ്വരാജ് ബസ്സിൽ ഇവിടെ നിന്ന് തറവാടിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഭാഗത്തോട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്ന കാണാം. അതിൻ്റെ അകത്ത് കൊച്ചു മീൻ നടക്കുക. അപ്പൊ അവിടെ നോക്കി നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് മീൻ കാണുന്നത്. അപ്പൊ ആ പ്രായത്തിൽ 4-5 വയസ്സുള്ളപ്പോഴേ ഇത് താല്പര്യമാണ്. നെല്ലിയാമ്പതി മലയിൽ അവിടെ കിടക്കുമ്പോൾ അടുത്തൊരു തോടുണ്ട്, അവിടെ പോയി തോർത്തിട്ട് മീൻ പിടിക്കും. കരിങ്കല് വെട്ടിയ ഒരു ഇതിനകത്ത് വെള്ളം കിടപ്പുണ്ട്, ആ മീനെ പിടിച്ച് അവിടെ ഇടും. അങ്ങനെയാണ് എൻ്റെ അക്വേറിയം സ്റ്റാർട്ടിങ്. അങ്ങനെയൊക്കെയാണ്. ഇവിടെ പൂച്ച വളർത്താൻ തുടങ്ങിയത് നമ്മുടെ അച്ഛൻ്റെ വല്യപ്പൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പൂച്ചകളുണ്ട്. എനിക്കൊന്നിനെ തരാവോ? അപ്പൊ എന്റെ സ്നേഹം കണ്ട് പറഞ്ഞു അവൻ ഇഷ്ടമുള്ളതിനെ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പൂച്ച വളർത്തി തുടങ്ങിയത്. ഇങ്ങനെ പട്ടിയുടെ ആദ്യം കൂടുതൽ താല്പര്യക്കുന്നുണ്ട്. എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ സ്റ്റീഫൻ എന്ന് പറയും, കൊച്ചുകുഞ്ചാൻ. അദ്ദേഹത്തിന് ഭയങ്കര ഭ്രാന്തായിരുന്നു. നല്ലതരം പട്ടികളെ കൊണ്ടുവരും. അദ്ദേഹത്തിൽ നിന്ന് പലതും പഠിച്ചു. അദ്ദേഹത്തിന്റെ മകനിൽ നിന്നാണ് കരിമന്തിയെ വളർത്തുന്നതും പിടിക്കുന്നതും ഒക്കെ പഠിച്ചത്. അദ്ദേഹം കരിമന്തിയെ അതുപോലെ ഒച്ച ഉണ്ടാക്കും, കരിമന്തിയെ ഓടി വരും. അങ്ങനെ ഒരാൾ അദ്ദേഹം ഇന്ന് വന്നിട്ടില്ല. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലൊക്കെ ഓരോന്നൊക്കെ പഠിച്ചു. എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ തെറ്റിച്ചു എന്ന് അറിയത്തില്ല. എങ്കിലും പൊതുവെ പെറ്റ്സിനെ കുറിച്ച് നമ്മൾ മോനെ അവന് വേണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും പെറ്റ്സിനെ വളർത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ജെഫ്രി, യു ക്യാൻ ഓൾസോ ആൻസർ. എനിക്ക് തോന്നുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെറ്റ്സിനെ വളർത്തണമെന്ന്? എന്തിനാ നിർബന്ധം? എന്താ? സ്നേഹിക്കാനായിട്ട്. വളരെ നല്ലൊരു കാര്യം. നമുക്ക് സ്നേഹിക്കാനായിട്ട് സന്തോഷം തോന്നുന്നു. നമ്മുടെ കൊച്ചു പിള്ളേരെ വളർത്തുന്ന പോലെ മക്കളൊക്കെ പറയണം അഭിപ്രായമുണ്ട്. മോളുടെ അഭിപ്രായം പറയണം കേട്ടോ. നമ്മൾ എന്തിനാ വളരെ സ്നേഹിക്കാനായിട്ടാണ്. പിന്നെ എന്തിനായിരിക്കും നമ്മൾ വളർത്തുന്നത്? ഓർക്കാനായിട്ട്, ചെറിയ ആദായത്തിന്. വളരെ ആൾക്കാർ തേനീച്ച വളർത്തുന്നു, പല കാര്യങ്ങളെ നമ്മൾ മീനെ വളർത്തിട്ട് വിൽക്കുന്നു ആദായത്തിന്. പിന്നെ എന്തിനായിരിക്കും? പറഞ്ഞു അതും മോനെ, കൊച്ചുമോനെ പ്ലീസ്, അവൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനാ പെറ്റ്സിനെ വളർത്തുന്നത്? കൊച്ചു മോൻ വളർത്തുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നത്. ഫോർ ദി യൂസ്, സന്തോഷത്തിന് വേണ്ടി, വളരെ അധികം സന്തോഷിക്കാനായിട്ട് വളരെ വളരെ ആൾക്കാർ വായിക്കും. നമ്മൾ വേറെന്തെങ്കിലും എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വളർത്തുന്നത്? വേറെന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഫോർ ദ യൂസ്. കോഴിമുട്ട, നമ്മള് അങ്ങനെ പല കാര്യങ്ങളും. വെരിന്റെ പുഴു, തേനീച്ച ഉപയോഗത്തിന്, തേനീച്ചയുടെ തേന് ഉപയോഗത്തിന്. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ആലോചിച്ച് നോക്കാം. എന്തെങ്കിലും പ്രായം ചെയ്യുന്നവർക്ക് സപ്പോർട്ടിന്. ചിലർക്ക് വഴി കണ്ണു കാണാൻ മേലാത്ത ഒരു പട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു കാണും. അവർക്ക്, അതായത് അവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ചില ആൾക്കാർ പെറ്റ്സിനെ വളർത്തുന്നത്? ഹോബിയായിട്ട് വളർത്തുന്നുണ്ട്, സന്തോഷം. അത് ഏതാണ്ട് സന്തോഷം എന്ന് വേണേൽ പറയാം. അതുകൊണ്ട് വളർത്തുന്നുണ്ട്. പിന്നെ ഇതിനു വേണ്ടിയായിരിക്കാം. ചുമ്മാ ഏതെങ്കിലും അത് ചോദിക്കുമോ? നിങ്ങളിൽ നിന്ന് കിട്ടുന്നൊക്കെ നമുക്ക്. എനിക്ക് തോന്നുന്നു ഇതിന്റെ പുറത്ത് നമുക്ക് പറയുമ്പം സ്നേഹിക്കപ്പെടാനും കൂടെ ആയിട്ട് പട്ടിയെ വളർത്തും. ഞാനിവിടെ ഈ പട്ടിയൊക്കെ വളർത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് പട്ടിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർ കൊണ്ടുപോയി. ഞാൻ 2 മാസം വളർത്തിട്ടേ ഉള്ളൂ. അതേ എന്നെ ചെന്നൈ ചെല്ലുമ്പോൾ കാറെ കൊണ്ടുപോകുമ്പോൾ വീട്ടില് ആ പട്ടിക്ക് എന്നെ കാണും. ഞാൻ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ ഞാൻ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അവരെന്നെ കൊണ്ടുപോയി കഴിയുമ്പോൾ ആ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം, അവർ കാണിക്കുന്ന സ്നേഹം, അത് സ്നേഹിക്കപ്പെടാൻ എൻ്റെ ആഗ്രഹം. എൻ്റെ മക്കൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു തോന്നല്. അപ്പൊ സ്നേഹിക്കാൻ മാത്രമല്ല, സ്നേഹിക്കപ്പെടാനും കൂടെ. ഇപ്പൊ എൻ്റെ ഇവിടെ തേനീച്ചുണ്ട്. എല്ലാവരും തേനീച്ച കുത്തി കൊല്ലും എന്നൊക്കെ പറയും. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് എൻ്റെ കൊച്ചുമക്കളുണ്ട്, 5 വയസ്സുള്ളവരൊക്കെ വരുമ്പോൾ പിള്ളേരുടെ തേനീച്ച് അടയെടുത്ത് ഞാൻ കൊടുക്കും. അവരെ ആരെയും കുത്താറില്ല. നിങ്ങളെ മുമ്പിൽ വെച്ച് ഞാൻ തേനീച്ചപ്പെട്ട് തുറന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും വേണം ഞാൻ അടയെടുത്ത് തരാം. ഈ ഒരു തേനീച്ച കുത്തത്തില്ല. നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മളത് സഹായിക്കാനാണ് എന്നൊരു വിചാരമുണ്ടെങ്കിൽ ഇവരാരും കുത്തത്തില്ല. അത് ബേസിക്കലി ഇപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ
മനുഷ്യരെ ദ്രോഹിക്കുന്ന ഒരു പെറ്റ്സ് ആനിമലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചെറുക്കത്തിൽ ഏറ്റവും ഇതായിട്ട്. അപ്പൊ ഇനി എന്തെങ്കിലും ഗുണമുള്ളതായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയാം. ടെൻഷൻ റിലീവിന് അത് ഞാൻ പറയണേ, അത് വളരെ നല്ല പോയിന്റ് പറഞ്ഞ്. സൗദി അറേബ്യയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഒരു 200 കിലോമീറ്റർ ദൂരെ നിന്ന് ഒരാൾ എൻ്റെ മോളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു, പപ്പ ആ പുള്ളിയുടെ പപ്പയ്ക്ക് വീട്ടിലൊന്ന് വരണം, വിളിച്ചോട്ടെ, ഗോവാക്കാരാണ്, ഒരു കമ്പനിയുടെ മാനേജറാണ്. ഞാൻ പറയട്ടെ, ഒരു അവധി ദിവസം വരട്ടെ. വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വന്ന ആ ഫിഷ് ടാങ്കിൽ ഒരു 8-9 വലിയ ഫിഷ് ടാങ്കുകളുണ്ട്, അതിന് മുമ്പിൽ കടഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ചാൽ പുള്ളി ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ടെൻഷൻ റിലീവിലാണ് എൻ്റെ ജോലികളെല്ലാം. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനാണ് ഇതെല്ലാം. ഞാൻ അദ്ദേഹത്തിന് 2 ഫിഷ് ടാങ്ക് ഉണ്ടാക്കി കൊടുത്തു. 2-3 വർഷം അദ്ദേഹത്തിന് പോയി വേണ്ട ഗൈഡൻസ് കൊടുത്തു. പുള്ളി പറയുന്നു, ജോണെ ഇത്രയും എനിക്ക് സമാധാനം. ഞാനിപ്പോ TV ഓൺ ചെയ്യാറില്ല, എനിക്ക് ടെൻഷൻ ഇല്ല, ടാബ്ലറ്റുകൾ കുറച്ചു. വേറൊന്ന് ഞാൻ കണ്ടത്, ഈ കാനഡയിലും ഇവിടെ യൂറോപ്പിലുള്ള ഒരു പാർട്ടി വന്നിട്ടുണ്ട് ഇവിടെ, ഡോക്ടർ. അപ്പൊ ഇദ്ദേഹത്തിനൊക്കെ പറയാൻ പറ്റും, അവിടുത്തെ പിന്നെ ഇതിൽ കാണിക്കുന്ന കണക്കളിൽ പറയുന്നത് പെറ്റ്സിനെ വളർത്തുന്ന വീടുകളിലെ കുട്ടികൾക്ക് ഇൻഫെക്ഷൻസ് കുറവെന്നാണ് അവരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്നേഹിക്കുന്ന പിള്ളേർക്ക് കുറവെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ അവർ പറയുന്ന കണക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. തെറ്റിപ്പോയത് ഞാൻ ഉത്തരവാദിയല്ല. പിന്നെ ഇനി വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പെറ്റ്സിന്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ചെയ്യുന്നതായിട്ട്? പിന്നെ നമ്മള് സെക്യൂരിറ്റിക്ക് വേണ്ടി തന്നെ വെക്കുന്നവരുണ്ട്. സെക്യൂരിറ്റിക്ക് വേണ്ടി തന്നെ നമ്മൾ വലിയ പട്ടികളെയൊക്കെ വളർത്തുന്നു, നമ്മൾ പേടിയാവട്ടേക്ക് താമസിക്കാൻ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, പെരുമ്പാമ്പിനെയാണ് വളർത്തുന്നത് സെക്യൂരിറ്റിക്ക് വേണ്ടി. കുഴപ്പമുണ്ടാകും, എനിക്ക് വളരെ വ്യക്തമുണ്ട്. കോട്ടയത്ത് തന്നെ ഒരാളാണ് പെരുമ്പാമ്പിനെ വളർത്തുന്നുണ്ട്. അപ്പം പാമ്പിനെ വളർത്തുന്നുണ്ട്, പട്ടിയെ വളർത്തുന്നുണ്ട്, സെക്യൂരിറ്റി ഭയം നമുക്കിത്. പിന്നെ ഞാൻ നോക്കിയിട്ടുള്ളത്, പിന്നെ ആദായത്തിനൂടെ പറഞ്ഞു, ഉപയോഗം പറഞ്ഞു, ആഹാരത്തിന് കോഴിയൊക്കെ നമ്മൾ കണ്ടു തിന്നത്തില്ലേ, അപ്പൊ ഒന്നുമില്ല, ആരോഗ്യമുള്ള കോഴിയുടെ ഇറച്ചി തിന്നാവല്ലോ. പിന്നെ നമ്മൾ മരുന്നിന് വെരുകും പുഴു ഇങ്ങനെയുള്ള സംഗതി. വെരിയന് ഈ അച്ഛൻ്റെ വീട്ടിൽ വെരിയനെ വളർത്തിയിട്ടുള്ളതാണ്. ഈ അച്ഛൻ, നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ വീട്ടിൽ കൊച്ചിലെ വെരിയനെ വളർത്തിയിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള അച്ഛൻ്റെ വീട്ടിൽ. ഈ വെരുകും പുഴു പ്രത്യേകമായ ഒരു മരുന്നാണ്, അങ്ങനെ വളർത്തുന്നവരുണ്ട്. പിന്നെ റിസർച്ച് വർക്കിന് വേണ്ടി ഉപയോഗിക്കും. ഈ ഓരോ പെറ്റ്സിനെ വളർത്തിയിട്ട് അതിനെ കൊണ്ടുള്ള റിസർച്ചുകൾ നടത്തും. പിന്നെ കോമ്പറ്റീഷന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഡോഗ് ഷോ ഒക്കെ വരുമ്പോഴത്തേനും കോമ്പറ്റീഷന് വേണ്ടി ധാരാളം അതിനു വേണ്ടി തന്നെ കാശ് മുടക്കി പട്ടികളെ വളർത്തുന്നവരുണ്ട്. പിന്നെ ഈ ചില ഇതിന് നക്ഷത്ര ആമകളെ പോലെയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ പെറ്റ്സായിട്ട് വളർത്തുന്നുണ്ട്. പല ഇതിനെ ഓരോ ആനിമലിനെ വളർത്തുന്നുണ്ട്. പിന്നെ ഈ ചിലത് പൊങ്ങച്ചം കാണിക്കാണ്ട് കാശ് രൂപ, എൻ്റെ വീട്ടിൽ പട്ടിയുണ്ട്, 2 പട്ടിയുണ്ട്, 4 പട്ടിയുണ്ട്, പൊങ്ങച്ചത്തിന് വേണ്ടി വളർത്തുന്നുണ്ട്. പിന്നെ ഒരു തരം വട്ട് പിടിച്ച് വളർത്തുന്നുണ്ട് എന്നെ പോലെയുള്ളവർ. അതുകൊണ്ട് എന്താ ഗുണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, ഞാൻ വളർത്തുന്നവരുണ്ട്. ഇങ്ങനെ പല ഗുണങ്ങളാണ്. പിന്നെ ഓരോ മൃഗങ്ങൾക്കും ഓരോ സംഗതികൾക്കും ഓരോ നേച്ചറാണ്. പട്ടിയുടെ നേച്ചറല്ല പൂച്ചയുടെ. സാധാരണ പട്ടിയെ ഇഷ്ടപ്പെടുന്നവർ പൂച്ചയെ ഇഷ്ടപ്പെടത്തില്ല, പൂച്ചയെ ഇഷ്ടപ്പെടുന്നവർ പട്ടിയെ ഇഷ്ടപ്പെടത്തില്ല. മനുഷ്യന്റെ രീതിയും നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് നമ്മൾ. ഇപ്പൊ അച്ഛന് തേനീച്ച ഇഷ്ടപ്പെട്ട അച്ഛന് ഒരു പട്ടിയെ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഞാൻ കഴിയുന്നിടത്തോളം ഇതിനെ എല്ലാം കൂടെ ഒരു വ്യക്തി കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇത് തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസം അറിയണമെങ്കിലോ ഏതെങ്കിലും ഒന്നിന് മാത്രം, ഇപ്പൊ പശുവിനെ വളർത്തിയാലുള്ള ഗുണം, അല്ലെ ആടിനെ വളർത്തിയാലുള്ള ദോഷം, അല്ലെ പട്ടിയെ വളർത്തിയാലുള്ള ദോഷം, പൂച്ച വളർത്തിയുള്ള ഗുണം, വ്യത്യാസങ്ങൾ അറിയണമെങ്കിൽ ആർക്കെങ്കിലും താല്പര്യമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ ഞാൻ പറയാം. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, കാരണം പലർക്കും ബോറടിക്കുന്ന ഒരു വിഷയമായിരിക്കാം ഇത് എന്നാണ് എൻ്റെ വിചാരം. നമസ്കാരം, നന്ദി. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കാം. അതല്ലെങ്കിൽ ഇപ്പൊ ചോദിച്ചില്ലെങ്കിലും ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്, ഏത് കാലത്തും തിരിച്ചു വരാം, ചോദിക്കാം, പഠിപ്പിക്കാം, അറിയാവുന്നിടത്തോളം പഠിപ്പിക്കാം. നമസ്കാരം. ഡെമോ ഇല്ലേ? ഡെമോ ഏറ്റവും നന്നായിട്ട് കാണിക്കാവുന്നത് നമ്മുടെ തേനീച്ചയാ. അത് ആൾക്കാർ ദയവായിട്ട് നമ്മുടെ വേണ്ടി ഒരു പൂച്ച കാണിക്കും. ഒരു മിനിറ്റ് അതിനെല്ലാം ഡിസ്കസ് ചേച്ചനത് കൊണ്ടുവരുന്ന നേരത്തിന് ഞാൻ ഒരു സംഭവ കഥ പറയാം. ചേച്ചൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ തേനീച്ചക്കൂട് വേണേ തുറന്ന് നിങ്ങളെ കാണിക്കാവുന്ന. കൊച്ചിലെ തൊട്ടേ എനിക്ക് ഓർമ്മ വെച്ച കാലങ്ങളിൽ
എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണെന്ന് അറിയാമല്ലോ. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടേ അച്ചാച്ചന് ഈ മൃഗങ്ങളോടുള്ള ഭ്രാന്ത് എന്ന് തന്നെ ഞാനതിനെ പറയും. അത്ര രീതിയിൽ ഇഷ്ടമായിരുന്നു. അപ്പം എൻ്റെ അപ്പൻ എസ്റ്റേറ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. എസ്റ്റേറ്റിൽ പോയപ്പോൾ ഒരു തവണ എവിടെയോ അച്ചാച്ചൻ പോയി ഒരു തേനീച്ച കണ്ടു. അത് കാട്ടുതേച്ച് തേനീച്ചയായിരുന്നു. അച്ചാച്ചനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മൃഗങ്ങളെ കണ്ടാൽ ഉടനെ ഇതിനെ ഐഡന്റിഫൈ ചെയ്യും, ഇതിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാകും. അച്ചാച്ചന് ഉടനെ അറിയാം. തേനീച്ചക്കൂട്ടിലേക്ക് കൈയിട്ടിട്ട് അച്ചാച്ചനൊന്ന് വാരിയിട്ട് എന്നെ തേനീച്ച കൂടെ ഏൽപ്പിച്ചിട്ടാണ് അച്ചാച്ചൻ പോയിരിക്കുന്നത്. കൂട് തുറന്നു പിടിക്കണം, ഇതിനെ വാരി റാണിയെ എങ്ങനെയെങ്കിലും ഇതിനകത്താക്കി കഴിഞ്ഞാൽ ബാക്കി തേനീച്ചകളെല്ലാം പുറകെ വരും എന്നുള്ളതാണ് അതിൻ്റെ തിയറി. എന്നോട് പറഞ്ഞു, ഈ പെട്ടി അടയ്ക്കുന്നത് സൂക്ഷിച്ചു വേണം, ഒരു ഈച്ച പോലും ചാകാനിടയാകരുത്. ഒരു ഈച്ചയെങ്കിലും ചത്താൽ ആ തേനീച്ച വയലന്റ് ആവും ഉടനെ. ബാക്കി അച്ഛൻ ഇത് കാണിച്ചു വെച്ചിട്ട് ഇത് ചിലർക്ക് സംശയം കാണും, ഇത് പട്ടിയാണോ പൂച്ചയാണോ. ഇതിനെ കുറിച്ച് അഭിപ്രായം ആർക്കും സംശയമുള്ളവർക്ക് ഓരോരുത്തർ അഭിപ്രായം ഇവിടെ പറയാം. ഇത് പൂച്ച തന്നെയാണ്, പേർഷ്യൻ പൂച്ച എന്ന് പറയും. ഈ പൂച്ചകള് ഒരു 35 കൂടുതൽ ഒരേ സമയത്തിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിരുന്നു. ഇപ്പം 3-4 ഉള്ളൂ. കൂടുതൽ ഞങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവരെയും കഴിയുന്നത് ഒഴിവാക്കും. കാരണം വെച്ചാൽ ഞങ്ങളിപ്പം ഈ വീട്ടിൽ 3 പ്രധാന കാഴ്ച വസ്തുക്കളാണ് ഉള്ളത്. ഒന്നെൻ്റെ അമ്മ 86 വയസ്സ്, ഞാൻ 68 വയസ്സ്, പിന്നെ എൻ്റെ ഭാര്യ 68 വയസ്സ്. ഞങ്ങളെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ മുറിയും കഴിയാൻ പോയതിനൊക്കെ നിർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് പറയാം, അഡ്വൈസ് ഒക്കെ വേണമെങ്കിൽ തരാം. കൂടുതൽ സംഘടനയില്ല. ഇതിപ്പം നിങ്ങൾ വിചാരിക്കും ഉപദ്രവിക്കാൻ പൂച്ചത് ഇവനൊക്കെ എന്നാ ചെയ്താലും നമ്മളെ ആരും പിള്ളേരെ ഒന്നും ഉപദ്രവിക്കുന്നില്ല. ഇത് ഉപദ്രവിക്കുന്നത് നമ്മൾ വളർത്തുന്ന രീതി അനുസരിച്ച് ഓരോ മൃഗം ഉപദ്രവിക്കും. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് ക്ലാരിഫൈ ചെയ്യാൻ ഏറ്റവും നല്ല സോഴ്സാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത് ഇവിടെ വേണമെങ്കിൽ ഡെമോൺസ്ട്രേഷൻ ആരാണ്ടോ പറഞ്ഞതുപോലെ ഡെമോ നടത്തുന്നതിന് വെച്ചാൽ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കഥ പൂർത്തിയാകട്ടെ. ഈ തേനീച്ചയെ വരാനായിട്ട് അത്യാവശ്യം പോയി, ഞാൻ അസിസ്റ്റൻ്റായിട്ട് കൂട്ടത്തിൽ പോയി. അപ്പോൾ എൻ്റെയൊക്കെ ഈ പെട്ടി വെച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു, തേനീച്ചയെ ഞാൻ റാണിയെ വാരി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ വളരെ പതുക്കെ ശ്രദ്ധിച്ച് ഒരു തേനീച്ച പോലും ചാകാതെ, കാരണം ഒരു തേനീച്ച ചത്ത് കഴിയുമ്പോൾ അതിൻ്റെ മണമടിക്കുമ്പോഴാണ് മറ്റ് തേനീച്ചകളെല്ലാം കൂടെ കൂട്ടമായി ആക്രമിക്കുന്നത്. അതുകൊണ്ട് തേനീച്ച ഈ പെട്ടി വളരെ ശ്രദ്ധിച്ചു വേണം അടയ്ക്കാൻ. ഞാൻ റാണിയെ ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോഴെന്ന് പറഞ്ഞു. അച്ചാച്ചൻ എന്നിട്ട് ഈ തേനീച്ചക്കൂട്ടിലേക്ക് കൈ അങ്ങോട്ടിട്ടു. ഇട്ടിട്ട് കുറച്ച് തേനീച്ചകളെ എടുത്തിട്ട് ഈ പെട്ടിക്കകത്തോട്ട് കുടഞ്ഞിട്ട് ഇപ്പം എൻ്റെ ധാരണ ഇത് വളരെ ശ്രദ്ധിച്ചു വേണമല്ലോ അടയ്ക്കാനായിട്ട്. അത് കാരണം ഞാൻ വളരെ ശ്രദ്ധിച്ച് അടച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തേനീച്ച എന്നെ തല തൊട്ട് മുടി വരെ കുത്താൻ തുടങ്ങി. കുത്തി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അച്ചാച്ചനെ നോക്കിയപ്പോൾ കാണുന്നില്ല. അച്ചാച്ചൻ മലയുടെ താഴേക്ക് ഓടി കഴിഞ്ഞു. ഞാൻ മലയുടെ മുകളിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, അച്ചാച്ചൻ എന്നെ 1 കുത്തി, 2 കുത്തി, 3 കുത്തി, 4 കുത്തി, ഇട്ടേച്ച് ഓടരാന്ന്. വീട്ടിൽ വന്നപ്പോ എന്റെ ഷർട്ടിനകത്ത് മുഴുവൻ തേനീച്ചകളുണ്ടായിരുന്നു. എന്റെ കുത്തി എന്റെ ചിറി വരെ തൂക്കി കിടന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ അസിസ്റ്റന്റ് ആയിട്ട് പോവുകയാണെ വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാം. അച്ചാച്ചൻ അദ്ദേഹം ഇതിനെ തൊട്ടപ്പോഴേ അറിയാം ഈ തേനീച്ചകൾ ആക്രമിക്കുന്ന ടൈപ്പാണ്, കടത്തലിന്റെ ഏറ്റവും താഴ്ന്ന ടൈപ്പാണ്. അപ്പം അച്ചാച്ചൻ അദ്ദേഹം ഇട്ടേച്ച് ഓടി. അത് കാരണം വളരെ ശ്രദ്ധിച്ചു വേണം. തേനീച്ചക്കൂട്ടിൽ ആരെങ്കിലും പിള്ളേർ പോയി കൈയിടുകയാണെങ്കിൽ അച്ചാച്ചൻ ഇപ്പൊ ആ പൂച്ചയെടുത്ത് തലയും കുത്തി പറിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ തേനീച്ചക്കൂട്ടിലെ വല്ല കൈ തെച്ച് കുത്തുമേടിക്കാൻ ഇടയാകരുത്. ഇനി അടുത്തത് ഇതാണ് ഞങ്ങളുടെ ഉള്ള പട്ടി, ഹവാനി സ്ട്രീറ്റ് എന്ന് പറയും. സൗത്ത് അമേരിക്കൻ ബ്രസീൽ ഒറിജിനാണ്. ഒരു സർക്കസ് ഡോഗ് എന്ന് പറയും, 2 കാലം നിൽക്കും. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നാ ചെയ്താലും ഒരു കുഴപ്പമില്ല. എന്ത് ചെയ്താലും ഇവരെ കടിക്കോ പിടിക്കുന്നില്ല. ഇറ്റ്സ് ഇൻഡോർ ഡോഗ്. എൻ്റെ പോയി ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള എല്ലാ ആൾക്കാരും, ഡൽഹിയിൽ നിന്ന് ഒരാൾ 2 എണ്ണത്തിനെ കൊണ്ടുപോയി. ഒരാൾ ഞാൻ പറഞ്ഞില്ലേ ചെന്നൈയിലെ ആ ഡോക്ടർ, അപ്പോളോ ഹോസ്പിറ്റൽ ഡോക്ടറിലുണ്ട്. KR വിജയുടെ മകളുടെ ഒരെണ്ണമുണ്ട്. കോയമ്പത്തൂർ, മൈസൂരിൽ, ബാംഗ്ലൂരിലൊക്കെ ഉണ്ട്. ഞങ്ങൾ ബ്രീഡിങ് നിർത്തി അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല. പക്ഷേ ഇത് സോ സ്വീറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള